അങ്ങനെ ഒടുവിൽ ഞാനും വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭാഗമായി ഗൈസ്. വേറെ ഒന്നല്ല, ഞങ്ങൾ ചെറിയൊരു വെള്ളക്കെട്ട് കൂടെ വണ്ടി ഓടിച്ചു. അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. അപ്പോൾ അത് പങ്കുവയ്ക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വെള്ളക്കെട്ടിലൂടെ നിങ്ങൾ എപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ചില്ല വലിയ സീനിലേക്ക് എത്തും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ പീപ്പെഴുത് മഴയിൽ ഞങ്ങളവിടെ വെട്ടിക്കടവത്ത് വെള്ളം കയറി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ഇടാ അവിടെ വെള്ളക്കെട്ടുണ്ട്. എന്നാൽ അത് വലിയൊരു രൂക്ഷമായ വെള്ളക്കെട്ടൊന്നുമല്ല, വണ്ടികളും അതുപോലെ സൈക്കിൾ ഓടിയിട്ട് ഒരാൾക്കാർ അത് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നീ ആ വഴി പോകേണ്ടതെന്ന് ശ്രദ്ധിച്ചോ, വേറെ വഴിയുണ്ട്, ആ വഴി വിട്ടോളാനാവും പറഞ്ഞത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ഈ വഴി തന്നെ പോകാം, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താവോ എന്തോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതിലേക്കൊക്കെ വെള്ളമായിരുന്നുണ്ടല്ലേ, നന്നായി. ഓസ്മോയും നനഞ്ഞു, ഈസ്മോയും നനഞ്ഞു, എൻ്റെ ഫോണും നനഞ്ഞിട്ടുണ്ടോണ്ട്. അപ്പോൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതെന്ന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ വെള്ളം കെട്ടി നിൽക്കേണ്ടി എത്ര കുറച്ച് വെള്ളമാണെങ്കിലും നമ്മൾ സ്പീഡ് കുറച്ച് വെള്ളത്തിലേക്ക് എൻ്റർ ആവുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഏകദേശം ഒരു 30-40 കിലോമീറ്റർ സ്പീഡിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പീഡിൽ വന്നിട്ട് നേരെ വണ്ടി വെള്ളത്തേക്ക് ചാടിച്ചു. നേരെ വെള്ളം മൊത്തം അണ്ണാക്കിൽ വരെ അടിച്ച് കയറി. എൻ്റെ ഓസ്മോ നനഞ്ഞു, എൻ്റെ ഫോൺ നനഞ്ഞു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഇതിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ആ വഴി തന്നെ തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിൽ ആ വഴിക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകാം. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരാളെ കാണാൻ വേണ്ടി പോയതാണ്. ദെൻ ഞങ്ങൾ ആ വഴി തിരിച്ചു വരികയാണ് ഗൈസ്. ഒന്നുകൂടി മനസ്സിലായോ, മെല്ലെ വന്നാൽ നനയില്ല. അടിയിലേക്ക് തിരില്ല. എന്തരായി കേട്ടോ, ഇറങ്ങി. എൻ്റെ ഓസം ഇനി വർക്ക് ചെയ്യണം. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തീരുമാനം കൂടി എടുത്തു, ഒന്നും കൂടി ഒന്ന് പോയിട്ട് വരാം. ഞാനും എൻ്റെ പെങ്ങളും കൂടിയിട്ട് പോയിട്ടായിരുന്നു. അപ്പോൾ അവളെ ഞാൻ അവിടെ നിന്ന് ഇറക്കി. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ അവളോട് ഫോണിൽ ചെറിയൊരു വീഡിയോ എടുക്കാനും പറഞ്ഞു. എന്താ ചെയ്യുക, ഓരോരോ ആഗ്രഹങ്ങളും ആവേശങ്ങളും. അങ്ങനെ ഞാൻ മെല്ലെ ഒന്നും കൂടി പോവാണ്. എന്ന് വെച്ചാൽ മെല്ലെ പോയിട്ട് നമുക്കധികം വെള്ളം മേത്താവാത്ത രീതിയിൽ പോകാനുള്ളൊരു ഐഡിയയിൽ. അപ്പോൾ നമ്മുടെ ഓസ്മോ അപ്പോഴും ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്തായാലും വെള്ളം നനഞ്ഞു, ബാക്കി നമുക്ക് ആലോചിക്കാം. എന്തായാലും നനഞ്ഞ് കുളിച്ചിട്ട് കയറാമെന്നുള്ള രീതിയിലാണ് ഓസ്മോനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താവും എന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞു. അപ്പോൾ ഞാൻ മെല്ലെയാണ് പോകുന്നത്, ഏകദേശം 20 കിലോമീറ്റർ സ്പീഡിന് താഴെയാണ് പോകുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകണം ഗൈസ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടിലൊക്കെ ചാടുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചാടും. ഇവിടെ ആകെ കുറച്ച് വെള്ളമുള്ള പിള്ളേർ നടന്നിട്ടും സൈക്കിൾ ഓടിയിട്ടൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടതിൻ്റെ ഒരു അറിവിലാണ് നമ്മൾ എന്തായാലും ഈ വഴി പോകാമെന്ന് വിചാരിച്ചത്. ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരികയില്ല എന്നുള്ളത് വേറൊരു സത്യം. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫ്റ്റി മുഖ്യം വെക്കുക, അല്ലെങ്കിൽ പണി കിട്ടും എന്ത് കാര്യത്തിലാണെങ്കിലും കേട്ടോ. അപ്പോൾ അങ്ങനെ പുതിയൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, സീ യു.